പ്രിയമുള്ളവരെ, എംസെറ്റ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ 100നോട് ചേർന്ന് കിടക്കുന്ന സംഖ്യകൾ എങ്ങനെ എളുപ്പത്തിൽ ഗുണിക്കാം എന്നുള്ളതാണ് പറഞ്ഞത്. അതിൻ്റെ ആദ്യത്തെ പാർട്ട് ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിരുന്നു. ഇത് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. 100നും 110നും ഇടയിലുള്ള സംഖ്യകളാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇത് 90നും 100നും ഇടയിലുള്ള സംഖ്യകൾ. ഇതിന് മേലേക്കും പോകാം, പക്ഷേ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആകും എന്നുള്ളത് കൊണ്ടാണ് ഈ സംഖ്യകൾ ഞാൻ എടുത്തത്. 3 കണക്ക് ഞാൻ എഴുതിയിട്ടുണ്ട്. നോക്കിയാൽ തന്നെ അറിയാം, 100നോട് ചേർന്ന് കിടക്കുന്ന സംഖ്യകളാണ് എല്ലാം. 94 ഗുണിക്കണം 96, 98 ഗുണിക്കണം 93, 92 ഗുണിക്കണം 97. ഇത് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം, ഒറ്റ സ്റ്റെപ്പിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒന്നാമത്തെ കണക്കിലേക്ക് വരാം. 94 ഗുണിക്കണം 96, 94 ഗുണിക്കണം 96. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത് എത്ര അധികമുണ്ടെന്ന് നോക്കിയില്ലേ. നേരെ റിവേഴ്സ് ചെയ്താൽ മതി. ഞാൻ പറയേണ്ട കാര്യം, നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാകും. ആദ്യത്തെ വീഡിയോ കണ്ട ആളുകൾക്ക് ഞാനിത് എഴുതിയപ്പോൾ തന്നെ ഉത്തരം കിട്ടിയിട്ടുണ്ടാകും. നമ്മൾ കഴിഞ്ഞതിൽ 100നോട് എത്ര കൂട്ടിയാലാണ് ആ സംഖ്യകൾ കിട്ടിയതെന്ന് കണ്ടുപിടിച്ചത്. ഇവിടെ നേരെ തിരിച്ച് ചെയ്യുക. എങ്ങനെ? 100ൽ നിന്നും എത്ര കുറച്ചപ്പോഴാണ് ഈ സംഖ്യകൾ കിട്ടിയത്. ഇവിടെ 100ൽ നിന്നും എത്ര കുറച്ചപ്പോഴാണ് 94 കിട്ടിയത്? 6 കുറച്ചപ്പോഴാണ് അല്ലേ? തിരിച്ച് ഇവിടെ 96 കിട്ടാൻ 100ൽ നിന്ന് കുറച്ച സംഖ്യ ഏതാ? 100ൽ നിന്ന് 4 കുറച്ചപ്പോഴാണ് 96 കിട്ടിയത്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലോ. നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ക്രോസ് ആയിട്ട് മൈനസ് ചെയ്യുക. ഒന്നുകിൽ 94ൽ നിന്ന് 4 കുറയ്ക്കുക, അല്ലെങ്കിൽ 96ൽ നിന്ന് 6 കുറയ്ക്കുക. എങ്ങനെ ചെയ്താലും ഒരേ ഉത്തരം. എത്ര? 94ൽ നിന്ന് 4 കുറച്ചാൽ 90, 96ൽ നിന്ന് 6 കുറച്ചാലും 90. ക്ലിയർ? ഉത്തരത്തിൻ്റെ ആദ്യ ഭാഗമായി. ഇനി അവസാന ഭാഗം കിട്ടാൻ നമ്മൾ എത്ര കുറവുണ്ടെന്ന് കണ്ടെത്തി. ഇവിടെ 6ഉം ഇപ്പുറത്ത് 4ഉം. ഇവയെ തമ്മിൽ ഗുണിച്ചാൽ മതി. 6 ഗുണിക്കണം 4 എത്രയാ? 6 4 24. ഇതായിരിക്കും ഉത്തരം. ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. 98 ഗുണിക്കണം 93, 98 ഗുണിക്കണം 93. നമ്മൾ ചെയ്യേണ്ടത് എന്താ? ആദ്യത്തെ സ്റ്റെപ്പ് 100ൽ നിന്നും എത്ര കുറവാണ് 92? 2 കുറവാണ്. 100ൽ നിന്നും എത്ര കുറവാണ് 93? 7 കുറവാണ്. ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇനി ചെയ്യേണ്ടതോ തമ്മിൽ കുറയ്ക്കുക. ഒന്നുകിൽ 98ൽ നിന്ന് 7 കുറയ്ക്കുക, അല്ലെങ്കിൽ 93ൽ നിന്ന് 2 കുറയ്ക്കുക. എങ്ങനെ കുറച്ചാലും ഉത്തരം എത്രയാണ്? സെയിം ആണ്. 91 എന്ന് കിട്ടും. ക്ലിയർ? 98ൽ നിന്ന് 7 കുറച്ചാൽ 91, 93ൽ നിന്ന് 2 കുറച്ചാലും 91. ഇനി ഉത്തരത്തിൻ്റെ പകുതിയായി. ഉത്തരത്തിൻ്റെ അവസാനത്തെ ഭാഗം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? കുറവുള്ള ആളുകളെ തമ്മിൽ ഗുണിക്കുക. ഇവിടെ 2 കുറവ്, അപ്പുറത്ത് 7 കുറവ്. 2നെയും 7നെയും തമ്മിൽ ഗുണിച്ചാൽ ഉത്തരം 14 എന്ന് കിട്ടി. 91 14 എന്നുള്ളതാണ് 98 ഗുണിക്കണം 93. ഇതിനൊന്നും പേപ്പർ പേനയൊക്കെ ഉപയോഗിച്ച് ട്രഡീഷണൽ മെത്തേഡിൽ ഗുണിച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ഉത്തരം കിട്ടും. ഈ 2 കണക്ക് മനസ്സിലായെങ്കിൽ മൂന്നാമത്തെ ചോദ്യം നിങ്ങൾക്കുള്ളതാണ്. ഉത്തരം പെട്ടെന്ന് കമൻറ്റ് ചെയ്യുക. 92 ഗുണിക്കണം 97.